ഈയിടെ ഒരു പാരന്റ് എന്നോട് ചോദിച്ചതാണ്. 21 വയസ്സായ മകൻ പുറത്ത് പഠിക്കാൻ പോയി. അവൻ എസ്ട്രേഞ്ച്മെന്റ് പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചത്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കുട്ടികൾ കുറേ നാൾ നമ്മളെ വിളിക്കാതിരിക്കുന്നു. അത് കഴിഞ്ഞ് വിളിക്കുമ്പം നമ്മൾക്കൊരു സ്വഭാവമുണ്ട്, ഒരു ഇമോഷണൽ അത്യാചാർ. നമ്മൾ അവരോട് പറയും, നിനക്കിപ്പോൾ ഞങ്ങളെ വേണ്ടല്ലോ, നീ ഇപ്പം അവിടെ പോയില്ലേ, നിനക്കിപ്പോൾ അവിടെയുള്ള ആൾക്കാരെ മതിയല്ലോ, വെള്ളക്കാരെ മതിയല്ലോ, ഞങ്ങളൊന്നും പിടിക്കൂലല്ലോ, ഞങ്ങളൊക്കെ ഈ നാട്ടുകാർ പഴയ മനുഷ്യന്മാരൊക്കെ ആയിപ്പോയില്ലേ, ഞങ്ങൾക്ക് നിങ്ങളെപ്പോലെ ഇംഗ്ലീഷ് പറയാൻ അറിയില്ലല്ലോ എന്നൊക്കെ പറയുന്നൊരു സ്വഭാവം നമ്മൾക്കുണ്ട്. ദയവായിട്ട് വളരെ കുറച്ച് പറയുക, വളരെ കൂടുതൽ കേൾക്കുക. അവർ വിളിച്ചു കഴിയുമ്പോൾ എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ്, വിളിച്ചു എന്നുള്ള സന്തോഷം കൂടി നമ്മൾ കാണിക്കുക. അവർ പറയുന്നതിലേക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കുക. അതുകൂടാതെ നമ്മളുടെ കുട്ടികൾ ഇവിടെ നിന്ന് ചിലപ്പോൾ കല്യാണം കഴിച്ചിട്ട് വേറെ ഏതെങ്കിലും രാജ്യത്തേക്കൊക്കെ പോയിട്ടുണ്ടാവും. പെൺകുട്ടികളാണെങ്കിലും അവിടെ പോയി കഴിയുമ്പോൾ പാരൻസ് നാട്ടിൽ നിന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട്, നിനക്കിപ്പോൾ ഒന്നും അറിയണ്ടല്ലോ, നീ രക്ഷപ്പെട്ടില്ലേ ഈ നശിച്ച നാട്ടിൽ നിന്ന്, ഞങ്ങളല്ലേ ഇവിടെ കഷ്ടപ്പെടുന്നത്, നിനക്ക് എന്തൊരു സുഖം, കാശിന് കാശ്, ജോലിക്ക് ജോലി, ഡോളർ, ദിർഹം, റിയാല്, ഇങ്ങനെ പറയുന്ന പാരൻസ് ഉണ്ട്. ദയവായിട്ട് അവർക്കും വിഷമമുണ്ട്, അവരും വേറൊരു നാട്ടിലാണ്, ചിലപ്പോൾ അവർ വിഷമിച്ചിട്ട് ലോൺലി ആയിരിക്കാം, ചിലപ്പം കൂടെ ആൾക്കാരുണ്ടായിട്ട് പോലും മെലോണായി പോകുന്ന പല മനുഷ്യരുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിലാണോ എന്നുള്ളതൊക്കെ നമ്മൾ അറിയുകയും നമ്മൾ അവരോടൊപ്പം നിൽക്കുകയും അവരെ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുകയും ചെയ്താൽ മാത്രമേ നമ്മളെ കുട്ടികൾ പിന്നെയും നമ്മളെ വിളിക്കണമെന്ന് അവർക്ക് തോന്നുകയുള്ളൂ.